നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം പ്രലോഭനം. ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത് ശ്രീ ഉണ്ണായി വാര്യരാണ്. ഇത് നളചരിതം ആട്ടക്കഥയിലെ ഒരു ഭാഗമാണ്. കഥകളി സാഹിത്യത്തെയാണ് നാം ആട്ടക്കഥ എന്ന് പറയുന്നത്. ഉണ്ണായി വാര്യർ കഥകളിക്ക് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ള കവിയും നർത്തകനും ആണ്. അദ്ദേഹത്തിൻ്റെ നളചരിതം ആട്ടക്കഥ മഹാഭാരതത്തിലെ അനേകം കഥകളിൽ ഒന്നായ നളൻ്റെയും ദമയന്തിയുടെയും കഥയെ ആസ്പദമാക്കിയിട്ട് ഉള്ളതാണ്. ഈ വലിയ കഥയെ, നളചരിതം ഒരു വലിയ കഥയാണ്. ഈ കഥയെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടാണ് ഉണ്ണായി വാര്യർ ആട്ടക്കഥയ്ക്ക് ഒരുക്കിയത്. ഇതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നളൻ്റെയും ദമയന്തിയുടെയും കഥ പറയുകയാണെങ്കിൽ, നളൻ ദമയന്തിയുമായിട്ട് അനുരാഗത്തിലായിരുന്നു. നളനെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് ദമയന്തി നിർബന്ധം പിടിച്ചിരുന്നു. നളന് ദമയന്തി വാക്ക് കൊടുത്തിരുന്നു, തങ്ങളെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ എന്ന്. മുറ പോലെ ദമയന്തിയുടെ പിതാവ് അവൾക്ക് വേണ്ടി സ്വയംവരം ഒരുക്കി. ഈ സ്വയംവരത്തിന് ഒത്തിരി രാജകുമാരന്മാരും ദേവന്മാരും പങ്കെടുത്തിരുന്നു. എല്ലാവർക്കും മുൻപേ അറിയാമായിരുന്നു ദമയന്തി നളനെ മാത്രമേ വരിക്കൂ എന്ന്. എങ്കിലും സുന്ദരിയായ ദമയന്തിയുടെ മനസ്സിന് എന്തെങ്കിലും ചാഞ്ചല്യമുണ്ടായി തങ്ങളെ ഭർത്താക്കന്മാരായി സ്വീകരിച്ചെങ്കിലോ എന്നോർത്ത് പല രാജാക്കന്മാരും അവിടെ സന്നിഹിതരായിരുന്നു. പക്ഷേ ദമയന്തി നളനെ തന്നെയാണ് ഭർത്താവായി സ്വീകരിച്ചത്. ഇതിൽ ആർക്കും ഒരു തർക്കവും ആക്ഷേപവും ഉണ്ടായിരുന്നില്ല. ദമയന്തിയുടെയും നളൻ്റെയും വിവാഹത്തിൽ പങ്കെടുത്ത എല്ലാ രാജകുമാരന്മാരും രാജാക്കന്മാരും ദേവന്മാരും ഒടുവിൽ അവരെ അനുഗ്രഹിച്ചിട്ട് വിരുന്ന സൽക്കാരത്തിലൊക്കെ പങ്കുകൊണ്ട് തിരികെ പോവുകയാണ് ഉണ്ടായത്. ഈ സമയത്താണ് കലിയുടെ വരവ്, കലി എന്ന ഉപദേവൻ്റെ വരവ്. കലിക്ക് ദമയന്തി നളനെ വരിച്ചതിൽ ഒട്ടും ഇഷ്ടമുണ്ടായില്ല. ഈ ദമ്പതിമാരുടെ വിവാഹ ജീവിതം തകർക്കാൻ വേണ്ടി ഒരു കളി കളിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി നളൻ്റെ അനുജനായ പുഷ്കരനെ തന്നെയാണ് അയാൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ കലി കൊട്ടാരത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ അനുജനായ പുഷ്കരനെ കാണുന്നു. പുഷ്കരനോട് നളനെതിരെ ചൂത് കളിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ നളനെയും ദമയന്തിയെയും ഒടുവിൽ വേർപിരിക്കുന്നു. കലിയുടെ ക്രൂര വിനോദമായിരുന്നു നളദമയന്തിമാരെ വേർപ്പെടുത്തണം എന്നുള്ളത്. പക്ഷേ ഒടുവിൽ നളനും ദമയന്തിയും ഒന്നുചേരുന്നു. പുഷ്കരന് നളൻ മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ ഈ കഥയ്ക്ക് പരിസമാപ്തി ഉണ്ടാകുന്നു. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ശ്ലോകം. കോപമത്സര വശംവദ കലിർ ദ്വാപരേണ സഹമേദിനീം ഗത സ്വാപദേ സ്വയം അചോദയ ജളം സ്വാപനേയഹരണായ പുഷ്കരം. ഇവിടെ ശ്ലോകം സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. കഥകളിയുടെ ഭാഷ, അതിനെ മണിപ്രവാള ഭാഷ എന്നാണ് നാം പറയുക. സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങൾ കഥ ചുരുക്കി പറയുന്നതിന് സഹായിക്കും. കഥ വളരെ ചുരുക്കമായിട്ട് പറയാൻ സംസ്കൃത ശ്ലോകങ്ങളെ കൊണ്ട് സാധിക്കും. എന്നാൽ കഥാപാത്രങ്ങളുടെ സംഭാഷണം അത് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ സംസ്കൃതത്തെയും മലയാളത്തെയും ഇടകലർത്തി എഴുതുന്ന ഈ രീതിയെ മണിപ്രവാള ശൈലി എന്നാണ് പറയുന്നത്. ഇവിടെ ശ്ലോകം ഇങ്ങനെ പറയുന്നു. നളൻ്റെയും ദമയന്തിയുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹത്തിൽ പങ്കെടുത്തവരെല്ലാം സന്തോഷത്തോടെ മടങ്ങി. ഈ സമയത്ത് കലി മറ്റൊരു ഉപദേവനായ ദ്വാപരൻ്റെ കൂടെ വരികയാണ്. ഇങ്ങനെ വരുന്ന കലി ദമയന്തിയുടെ വിവാഹം കഴിഞ്ഞു, അവൾ നളനെ വരിച്ചു എന്നറിഞ്ഞ് വളരെയധികം കുപിതനായി പുഷ്കരനെ സമീപിക്കുകയാണ്. നമുക്കൊന്നുകൂടെ ശ്ലോകം നോക്കാം. കോപ മത്സര വശംവദ. കോപം, ദേഷ്യം. മാത്സര്യം. ആരോടാണ് കലിക്ക് മാത്സര്യം? നളനോടാണ് കലിക്ക് മാത്സര്യം. നളനെയാണ് കലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദ്വേഷിക്കുന്നത്. കാരണം നളനാണല്ലോ ദമയന്തിയെ സ്വന്തമാക്കിയത്. കോപമത്സര വശംവദ. കോപത്തിനും മത്സരത്തിനും വശംവദനായി, കോപത്താലും മത്സരത്താലും
പ്രേരിതനായി. കലിർ ദ്വാപരേണ സഹ, ദ്വാപരൻ എന്ന ഉപദേവനോടുകൂടി കലി മേദിനീം ഗത, ഭൂമിയിലേക്ക് വന്നു. സ്വാപദേ സ്വയം അചോദയജ്ജളം, മൂഢനായ പുഷ്കരൻ്റെ അടുത്തേക്ക് വന്നു. സ്വാപദേ എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവൻ്റെ ധനം അപഹരിക്കാൻ വേണ്ടിയിട്ട്. സ്വാപദേ എന്ന് വെച്ചാൽ തനിക്ക് ആപത്തിനായിട്ട്. സ്വയം അചോദ, പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട്, തൻ്റെ ആപത്തിനായിട്ട് പ്രേരിപ്പിക്കപ്പെട്ടു. ആര്? പുഷ്കരൻ. അജ്ജളം, ജളം, ജളനായ വിടനായ മൂഢനായ പുഷ്കരൻ തൻ്റെ ആപത്ത് വരുത്തിവെക്കുകയാണ്. കോപമത്സര വശം വധ കലിർ ദ്വാപരേണ സഹമേദിനീം ഗത, കോപത്താലും മത്സരത്താലും വശംവദനായിട്ട് കലി ദ്വാപരൻ എന്ന സഹദേവൻ്റെ കൂടെ മേദിനീം ഗത, ഭൂമിയിലേക്ക് വന്നു. സ്വാപദേ സ്വയം അചോദ അജ്ജളം, മൂഢനായ പുഷ്കരൻ തൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവൻ എന്താണ് ചെയ്തത്? സ്വാപദേയം ഹരണായ പുഷ്കരം, തൻ്റെ ആപത്ത് ഉടനെ വന്നു ചേരും അതിനു വേണ്ടി പുഷ്കരൻ പ്രേരിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ പ്രേരിതനായ പുഷ്കരൻ അന്യൻ്റെ ധനം അപഹരിക്കാനായിട്ട് ശ്രമിച്ചു. നളന് അവകാശപ്പെട്ട ധനം അല്ലെങ്കിൽ നളൻ്റെ രാജ്യം തൻ്റെ കൈക്കലാക്കാനായിട്ട് പുഷ്കരൻ ശ്രമിച്ചു. അരികിൽ വന്നു നിന്നതാരെ എന്തഭിമതം അഖിലമാശു ചൊൽക. പുഷ്കരൻ പറയുകയാണ്, ആരാണ് എൻ്റെ അരികത്ത് വന്നു നിൽക്കുന്നത്? എന്താണ് ആവശ്യം? എല്ലാം എന്നോട് പറയുക. അറികയില്ലെങ്കിലും അഭിമുഖന്മാരെ കണ്ടൻ മനതാരിൽ ഉണ്ട് ഒന്നുന്മിഷിതം ജഡിതി. ഞാൻ നിങ്ങളെ അറിയുകയില്ല എങ്കിലും നിങ്ങളെ കണ്ടിട്ട്, എന്നെ കാണാൻ വന്ന നിങ്ങളെ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ഒരല്പം സന്തോഷമുണ്ട്. അതുകൊണ്ട് എൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന നിങ്ങൾ ആരാണ് എന്ന് എന്നോട് ചൊല്ലുക. ധരണിയിലുള്ള പരീക്ഷകൾ നളനെ ചെന്ന് കാണും. അവർക്ക് വേണ്ടും കാര്യം നളനും സാധിപ്പിക്കും. ദൂരത്തുനിന്നാരും വരികയില്ല നമ്മെ കാണാൻ. പുഷ്കരൻ പറയുകയാണ്, ഭൂമിയിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ നാട്ടിലെ പ്രജകൾ ഏതാവശ്യത്തിനും നളനെയാണ് കാണുന്നത്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നളൻ സാധിച്ചു കൊടുക്കും. എന്നെ കാണാൻ ആരും വരികയില്ല. ദൂരത്തുനിന്ന് എന്നെ കാണാൻ ആരും വരികയില്ല. എല്ലാവർക്കും നളനെ മാത്രം കണ്ടാൽ മതി. നമുക്കില്ല നാടും നഗരവും കുടയും ചാമരവും, അമിത്രവീരന്മാരെ അമർക്കും വൻ പടയും, ബാഹുജൻ എന്നുള്ളതേ നമുക്കൊന്നുള്ളൂ മുറ്റും. പുഷ്കരൻ തുടരുകയാണ്, എനിക്ക് നാടും നഗരവും ഇല്ല. ഞാൻ രാജാവല്ല. രാജചിഹ്നമായ വെൺകൊറ്റക്കുടയും വെൺചാമരവും എനിക്കില്ല. ശത്രുക്കളെ അടിച്ചമർത്താനുള്ള വൻ പടയും എനിക്കില്ല. വെറും ഒരു ക്ഷത്രിയനാണ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ യോഗ്യത. രാജാവായ നളനെ അപേക്ഷിച്ച് ഞാൻ വെറുമൊരു സാധാരണക്കാരൻ. പഴുതേ ഞാൻ എൻ്റെ പല വക പറഞ്ഞു കേൾപ്പിക്കുന്നു. നളനു വേറെ കർമ്മം, നമുക്ക് വേറെ കർമ്മം. നമ്മെക്കൊണ്ട് ഉപകാരം നിങ്ങൾക്കെന്തോന്നു വേണ്ടു? പുഷ്കരൻ കൂട്ടിച്ചേർത്തു, അല്ല, ഞാൻ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ആഗതരായ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നു? നളൻ്റെ കർമ്മമല്ല എനിക്ക്. നളൻ രാജാവും ഞാൻ രാജാവിൻ്റെ അനുജനുമാണ്. എനിക്ക് അധികാരമില്ല. അല്ല, അതൊക്കെ പോട്ടെ, എന്നെക്കൊണ്ട് എന്തുപകാരമാണ് നിങ്ങൾക്ക് വേണ്ടത്? പറഞ്ഞാലും. പുഷ്കര, നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ. ദുഷ്കരമായിട്ടൊന്നുമില്ല കേൾ. മൽസഹായമുണ്ടായാൽ ഏവനും നളനും നീയും ഭേദമെന്തിവിടെ? നാടുവാഴുക നളനെ വെന്ന് സമ്പ്രതി.
കലി പുഷ്കരനോട് പറഞ്ഞു, അല്ലയോ പുഷ്കര, നീ വെറുതെ ജന്മം പാഴാക്കരുത്. ഈ ലോകത്തിൽ ഞാൻ കൂട്ടുണ്ടെങ്കിൽ നടക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല. നളനും നീയും തമ്മിൽ എന്താണ് വ്യത്യാസം? നീ നാടുവാഴുക, നളനെ നീ തോൽപ്പിക്കുക. ഇപ്പോൾ തന്നെ നീ നളനെ തോൽപ്പിച്ച് നാടുവാഴുക. നിന്റെ എല്ലാ സഹായത്തിനും ഞാൻ കൂടെ ഉണ്ടാകും. നേരെ നിന്നോടെടോ ഞാൻ പുനരാരെന്നു പറയാം. പാരിലെന്നെ ഇന്നാരറിയാതവർ. വൈരീ വൈരസേനക്കിഹ ഞാൻ കലി, തവ ഞാൻ മിത്രം. തസ്യ നാട് ഞാൻ തേ തരുന്നു. ചൂതുപൊരുക പോരിക. കലി പുഷ്കരനോട് പറഞ്ഞു, എടോ, ഞാൻ ആരാണെന്ന് ഞാൻ പറയാം. ഇന്നെന്നെ ഭൂമിയിൽ അറിയാത്തവർ ആരുമില്ല. വൈരികൾക്ക്, അതായത് ശത്രുക്കൾക്ക് ഞാൻ കലിയാണ്. പക്ഷേ ഞാൻ തൻ്റെ മിത്രമാണ്. നിനക്ക് ഞാൻ കൂട്ടുകാരനാണ്. നിനക്ക് ഞാൻ നിൻ്റെ നാട് തരാം. നീ നളനെ ചൂതിന് വിളിക്കുക, എന്നിട്ട് അവനെ തോൽപ്പിക്കുക. അങ്ങനെ നിനക്ക് നിൻ്റെ രാജ്യം കിട്ടും. നീ രാജാവാകുകയും ചെയ്യും. നിൽക്ക, മതീയമതേ വിജയം നിശ്ചിതമാമിഹതേ. വിക്രയം ഇല്ലെന്നാകിൽ എന്തെടോ, വയ്ക്ക ചൂതിനായി എന്നെ പണയം. ധനവും ധാന്യവും നാടുമൊക്കെയും കൈക്കലാക്കിയവനെ വിടുക വനഭുവി. ഞാൻ കൂടെയുണ്ടെങ്കിൽ നിനക്ക് വിജയം സുനിശ്ചിതമാണ്. ചൂതിന് വിളിക്കുക. പണയമായിട്ട് വയ്ക്കാനൊന്നുമില്ലെങ്കിൽ താൻ എന്നെ പണയം വയ്ക്ക്. ധനവും ധാന്യവും നാടും എല്ലാം കൈക്കലാക്കി അവനെ വനത്തിലേക്ക് പറഞ്ഞയക്കുക. നളൻ കാട് വാഴട്ടെ, നീ നിഷധരാജ്യവും വാഴുക.